വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ ബികോം BBAയുടെ 20/7/2022 നടന്ന സൈറ്റ്ഗൈസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എയിൽ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി അസൈലം ഇൻ ദി സ്റ്റോറി? അതായത് ഈ കഥയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്: ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി അസൈലം ഈസ് ദാറ്റ് ദർ പീപ്പിൾ ക്യാൻ ഓപ്പൺ ദെയർ ഹാർട്ട്സ് ആൻഡ് സേ വാട്ട് ദേ ഫീൽ. ഇഫ് നോർമൽ പീപ്പിൾ സേ ദ തിങ്സ് ദ lunatic says they will be punished by the government. But in the asylum, people can open up their minds because they are supposed to be mad, and nobody would punish them for what they feel or say loudly. That is the answer. Next, question number 2. Who are the lot referred to as the lovers of violence? അതായത് ആരൊക്കെയാണ് ലവേഴ്സ് ഓഫ് വയലൻസ്? ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. Answer: the lot who are referred to as the lovers of violence consist of the ignorant, the stupid, the inventors of atom bombs, the generals, the captains, the surgeons and the soldiers. Okay, next 3. How does the Native Americans see the rivers and the earth? എങ്ങനെയാണ് നേറ്റീവ് അമേരിക്കക്കാർ നദികളെയും ഭൂമിയെയും കാണുന്നത്? ആൻസർ: the rivers are their brothers. They quench their thirst. The rivers carry their canoes and they feed their children. The white man must teach his children that the rivers are their brothers. Okay. Next question. Why does the poet try to teach us how to kill a tree? അതായത് എന്തുകൊണ്ടാണ് ഒരു പോയറ്റ് ഇവിടെ ഒരു മരത്തെ കൊല്ലണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: ഹി വാണ്ട്സ് ടു ഷോ അസ് ഹൗ ക്രൂവൽ ആൻഡ് ആക്ട് ദ കില്ലിങ് എ ട്രീ. കില്ലിങ് എ പേഴ്സൺ ക്യാൻ ബി ഡൺ വിത്ത് എ ജാബ് ഓഫ് നൈഫ്, ബട്ട് കില്ലിങ് എ ട്രീ ഈസ് നോട്ട് ദാറ്റ് ഈസി. ദർ ഈസ് എ ലോങ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. ബൈ ടെല്ലിങ് അസ് ഹൗ ടു കിൽ എ ട്രീ, the poet is telling us not to kill one because it is a heinous act. Next, question number 5. What were Aaron's dream about while he was staying inside the haystack? ആരോൺ ഹേസ്റ്റാക്കിലായിരുന്നപ്പോൾ എന്തിനെപ്പറ്റിയാണ് ഡ്രീം കണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത്: he dreamed about warm weather. He dreamed of green fields, trees covered with flowers, clear books and singing birds. ഇതൊക്കെയായിരുന്നു ഡ്രീം കണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് എഡ്രിയൻ റിച്ച് മീൻ ബൈ സ്റ്റുഡൻസ് ഡിമാൻഡ് ടു ബി ടേക്കൺ സീരിയസ്ലി? സ്റ്റുഡൻസിനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ള സ്റ്റുഡൻസിൻ്റെ ആവശ്യം എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് എഡ്രിയൻ റിച്ച് മീൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: it means the female students are not often taken seriously even by their teachers or the society. Education of women has been a debate over centuries. Old and negative attitudes about women's role, doubts about women's ability to think and take leadership, etc., are still present in the society. This kind of thinking should change and women should be considered as important as men in all facets of life. Okay. Next, 7th question. Why was great care taken in breaking the news of her husband to Mrs. Mallard? Mrs. Mallardനോട് അവരുടെ ഹസ്ബൻഡിൻ്റെ ഡെത്ത് ന്യൂസ് പറയാൻ എന്തിനാണ് ഇത്രയധികം ഗ്രേറ്റ് കെയർ കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: Mrs. Mallard was afflicted with a heart trouble. If the news of the death of her husband is given to her suddenly, it might adversely affect her. Okay, next 8th question. What did the nostalgic aunts remind the speaker in the Maccabees poem at the age of 12? 12 ഏജിലെ മൊക്കാബീസ് പോയത്തിലെ സ്പീക്കറിനെ അവരുടെ ആൻറ്റുമാർ എന്താണ് ഓർമ്മപ്പെടുത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ:
They told the speaker to live for heterosexual marriage and childbearing. Sometimes they insulted and abused the speaker, but he refused to reveal his secret. Next, 9th question. What makes the speaker in Refugee Blues to state that there was no place for him and his beloved? തനിക്കും തൻ്റെ ബിലവഡിനും ഒരു സ്ഥലവുമില്ല എന്ന് പോയറ്റ് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: The poet states that there was no place for him and his beloved because they were refugees and they had no place to go. Next, 10th question. What, according to the protagonist, is the difference between working in the movement and the union? ഈ കഥയിലെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ മൂവ്മെൻറ്റിലും യൂണിയനിലും ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഇൻ ദി യൂണിയൻ യു വർക്ക് എവറി ഡേ ആൻഡ് ആഫ്റ്റർ ദി വർക്ക് യു ഹാവ് മീറ്റിംഗ്സ്. ഇൻ ദി മൂവ്മെൻറ്റ് യു നെവർ നോ വേർ യു വിൽ ഹാവ് ടു ഗോ ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു കം അപ്പ് നെക്സ്റ്റ്. The same was the case with money. There is no regular payment in the movement. Okay. Next, 11th question. What was the protagonist's reply when he was informed of the coming of the second child? അതായത് അവരുടെ സെക്കൻഡ് ചൈൽഡ് ജനിക്കാൻ പോകുന്നു എന്നറിയുന്ന സമയത്ത് പ്രൊട്ടഗണിസ്റ്റിൻ്റെ മറുപടി എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: He said that this one, the coming child, belongs to the new country and he would build the freedom they had fought for. Next, 12th question. What did the teacher ask the students to do the day after the picnic? പിക്നിക്കിൻ്റെ പിറ്റേ ദിവസം സ്റ്റുഡൻസിനോട് എന്ത് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദി ഡേ ആഫ്റ്റർ ദി പിക്നിക്, the teacher asked the students to write an essay on the picnic. Next, 13th question. Comment on the symbol of the open window in the story of an hour. Answer: the open window symbolizes freedom. Many married women feel that their freedom is restrained by their marriage. Often they have to do things to please their husbands even though they may not like them. Here, with the news of death her husband, Mrs. Mallard thinks she is free and she can do what she wants for the rest of her life. Next, what is the climax of the story of an hour? The story of an hour എന്ന പറഞ്ഞ സ്റ്റോറിയിലെ ക്ലൈമാക്സ് എന്താണ്? The climax is Brentley Mallard opening the door with the latchkey and entering the house, and on seeing him, Mrs. Mallard getting a heart attack and dying on the spot. That is the climax. Next, 15th question. What is Harare's observation of human happiness? അതായത് ഹ്യൂമൻ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ട് ഹറാരീസിൻ്റെ ഒബ്സർവേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഹിസ് ഒബ്സർവേഷൻ ഈസ് ദാറ്റ് ഹ്യൂമൻ ഹാപ്പിനെസ് ഈസ് ദി റിസൾട്ട് ഓഫ് കെമിക്കൽ പ്രോസസ്സസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഹ്യൂമൻ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ എയിലെ 15 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 5 അറ്റൻഡ് ചെയ്യണം. നെക്സ്റ്റ് സെക്ഷൻ സി എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 4 എസ് എ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 27/2022 നടന്ന ബികോം BBAയുടെ Zeitgeist റീഡിംഗ് ഓൺ കണ്ടംപററി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.